തീറാധാരൻ രജിസ്റ്ററാക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയാ ഇത്. എത്രയുണ്ട്? 10 ലക്ഷം. 6 ലക്ഷത്തിന്റെ ഡിഡിയും ബാക്കി കാശും. അതിൽ 50,000 രൂപ അവന്മാരെടുത്തു. സ്വന്തമെന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല. കാരണം അവന്മാര് കൈമാറി തന്ന സുഹൃതം അതും കൈവിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഏതായാലും ദേവരാജൻ മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാറെ വീട് തന്നെ വേണമെന്നുണ്ടോ? അതും ഏതോ യശോധരന്റെ പേരിൽ തീരു നടത്തിയിട്ട്. അതുകൊണ്ട് സാറേ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വന്ന് മാഷ് ചായ കുടിക്കും. മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് വർഗീസ് സർ. വർഗീസ് ഇദ്ദേഹത്തെ അറിയോ? ഏയ് ഇല്ല സാർ. മുമ്പ് കണ്ടിട്ടേ ഇല്ല? എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ. മാഷ് ഇന്ന് ഇവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നമുണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരനാരും കൂടി അവിടെ ചെന്നിരുന്നു എന്നാണ്. ശരിയാണോ? അയ്യോ ഇല്ല സാർ, സുകുമാരൻ സാറിന്ന് ലീവാ. ഞാനാണെ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടം വരെ ഒന്ന് പോയി വൈദ്യരുടെ മൊഴിയെടുക്കാനേ. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ. സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞേ? ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാൾക്കിട്ട് പണി തന്ന ഒരുമാതിരി മറ്റേടുത്ത. ഒരു മിനിറ്റ് സർ. എന്താ സാർ? അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു അതാ നല്ലത്. മാഷുവാ, മാഷി വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇല്ല. നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷേ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്. മാഷോ? എന്താ മാഷെ പോലീസൊക്കെ ആയിട്ട്? സംതിങ് റോങ്? മിസ്റ്റർ യശോധരൻ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു PWD-യിൽ. 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. എന്താ സാർ കാര്യം? അതെ, ഞങ്ങൾക്ക് ഈ പത്മനാഭൻ മാഷിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വാല്യുബിൾ ഐറ്റംസ്, അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇവിടെ കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തവന്മാരെ പിടിച്ച് കൊടയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കണമെന്ന്. യു ഡോണ്ട് മൈൻഡ്, ഡു യു? ഓ നോ പ്ലീസ്. വാല്യുബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ സാർ കാണാതായത്? എന്തോ അല്ല, ഈ വാല്യുബിൾ ഐറ്റംസ് കിണ്ടി, പിന്നൊരു കോളാമ്പി. മാഷിന്റെ അച്ഛനപ്പൂപ്പന്മാര് പരമ്പരാഗതമായിട്ട് തുപ്പുന്നല്ലേ, ഭയങ്കര വാല്യുബിൾ അല്ലേ? എനിക്ക് വയ്യ. റഷീദ് സാർ, ദിസ് വേ. ഓക്കെ.
ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മാഷെ. അപ്പൊ നമുക്കിനി അവന്മാരെ പൊക്കാം, ആ ലോഡിംഗ് ആൻഡ് ലോഡിംഗ് പാർട്ടീസിനെ. റഷീദ് സാർ വരൂ. ഓക്കെ മിസ്റ്റർ യശോധരൻ, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഈ വീട് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നാ പറഞ്ഞത്? 10 lakhs. 6 lakhsന്റെ DD ആണ് ഡ്രോൺ ഓൺ SBI ആലപ്പി. ബാക്കി 4 lakhs ഇൻ ക്യാഷ്. ഞാനും മാഷും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതൊരു ഹെൽത്ത് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാ പ്ലാൻ. ടൈപ്പിന് 2-3 ബിഗ് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നെഗോഷിയേഷൻസ് ആർ ഓൺ. ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരങ്ങളോ? വാട്ട് യു മീൻ? അല്ല, സാധാരണ കള്ളന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു ഉത്തരം പറയാറുള്ളൂ. പതിവ് തെറ്റിച്ചപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇന്നലെ എത്ര എണ്ണം വീശി? ഈശ്വര, പുലിവാലായല്ലോ. ആ അശോക കണ്ടല്ലോ, ഇവൻ നമ്മൾ വിചാരിച്ചോളൊന്നുമില്ല. കാഞ്ഞ മോനാ. തന്നെ എങ്ങനെ അകത്തവൻ കാണുകൂടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരണ്ടുപോയി. സമാധാനപ്പെടു സാറേ, നമ്മളിത് അത്ര കഴിഞ്ഞതാ. പക്ഷെ ആ പത്മനാഭൻ, അവൻ ഇനി കേസും പറഞ്ഞ് കണ്ടടം കയറി നിരങ്ങരുത്. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ആ കേറ്. ആ പോവാം. കുപ്പി ഇങ്ങ് വെച്ച്. ഇങ്ങോട്ട് ഇറങ്ങടി. ആരാ നിങ്ങള്? ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങണോ? ദേവരാജൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാറാവടാ. വന്നി നിന്റെ വീടിന് വിലയിട്ട് ഞങ്ങൾ തന്ന പുത്തം കൊണ്ട് 10 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ചാഞ്ഞോണം. അല്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനാണ് ഭാവമെങ്കിൽ തൊലച്ചു കളയും പരട്ട കിളവ. എന്റെ കൊക്കി ശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ ഒന്നും എന്റെ തറവാട്ടി വാഴിക്കത്തില്ലടാ. ഞാൻ പറയുന്നത് കേൾക്കാം. അശോക് സാർ എന്താ ഇത്? ആ മാഷ് വരും പാവം, അങ്ങനെ ഒന്നും ചെയ്യില്ലേ. ആ കുട്ടി ഉപദ്രവിക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞ അടിക്കരുന്നു. ചുരണ്ടി ചുരണ്ടി പോലീസുകാരന്റെ നെഞ്ചത്താണോടാ കളി? ആണെങ്കി